ഉപതെരഞ്ഞെടുപ്പിന് ശേഷം താങ്കൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് BJP-ക്കകത്ത് ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞു. അങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്ന് തന്നെയാണ് നമുക്ക് വിവരം കിട്ടുന്നത്. ഇപ്പോൾ തൽക്കാലം മിണ്ടാതിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു നടപടി ക്ഷണിച്ചു വരുത്തുകയാണോ താങ്കൾ? നോക്കൂ, ഒരു മനുഷ്യൻ്റെ ആത്മാഭിമാനത്തേക്കാൾ വലുതല്ല ഒന്നും. ആ ആത്മാഭിമാനത്തേക്കാൾ വലുതായിട്ട് ഞാൻ മറ്റൊന്നിനെയും കാണുന്നില്ല. ഇത്രത്തോളം അവഹേളിക്കപ്പെട്ട് അവഹേളിതനാക്കി നിങ്ങൾ പോയാലും ഒന്നുമില്ല എന്ന രീതിയിൽ ബോധപൂർവം അപമാനിച്ചുകൊണ്ടേയിരിക്കുന്ന സമയത്ത് ആത്മാഭിമാനം നഷ്ടപ്പെട്ട ഒരാളോട് അച്ചടക്കമെന്ന് പറഞ്ഞ് ഭയപ്പെടുത്തരുത്. നടപടി പ്രതീക്ഷിക്കുന്നുണ്ട്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞാൻ എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ട് രാഷ്ട്രീയത്തിൽ വന്ന ഒരാളല്ല. ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും പ്രതീക്ഷകൾ വെച്ചുകൊണ്ട് രാഷ്ട്രീയത്തിൽ വന്ന ഒരാളല്ല. അതുകൊണ്ട് തന്നെ നടപടിയാണോ എന്താണെന്നല്ല, നടപടി എടുക്കേണ്ടത് വാസ്തവത്തിൽ എന്നെ അപമാനിച്ച ആളുകൾക്കെതിരെയാണ്. കാര്യം ഈ CPM ഉൾപ്പെടെയുള്ള പാർട്ടികളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്ന ക്ഷണം അതെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതിനോടുള്ള പ്രതികരണം ഞാൻ നോക്കൂ, ആ വിഷയത്തിൽ പല രാഷ്ട്രീയ നേതാക്കളും പ്രതിപക്ഷത്തുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട പല രാഷ്ട്രീയ നേതാക്കളും ഇതുമായി ബന്ധപ്പെട്ട കമൻറ്റുകൾ പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചു. ഈ ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽപ്പെട്ട എല്ലാ നേതാക്കളോടും കഴിഞ്ഞ കാലങ്ങളിൽ നല്ല അടുപ്പം പലരുമായിട്ടും കാത്തു സൂക്ഷിച്ച ഒരാളാണ് ഞാൻ. അവർക്ക് എന്നെ നന്നായിട്ട് അറിയാം. ജീവിച്ചിരിക്കുന്ന കാലത്ത് എൻ്റെ പാർട്ടിയിൽ നിന്നും അതോടൊപ്പം മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളിൽ നിന്നും നല്ല വ്യക്തിയാണ് എന്ന് ഒരു അംഗീകാരം കിട്ടുന്നത് ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ ഇതാദ്യമായിട്ടായിരിക്കും ഒരു രാഷ്ട്രീയ നേതാവിന് അംഗീകാരം കിട്ടുന്നത്. ജീവിച്ചിരിക്കുന്ന കാലത്ത്. മരിച്ചുപോയാൽ പറയാറുണ്ട് എല്ലാവരും നല്ല വ്യക്തിയായിരുന്നു എന്ന് പറയാറുണ്ട്. പക്ഷേ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ അത് കോൺഗ്രസ് നേതാക്കളെ കൊണ്ടും മറ്റ് രാഷ്ട്രീയ പാർട്ടി CPM നേതാക്കളായിട്ടുള്ള ആളുകളും എൻ്റെ പാർട്ടിയിൽപ്പെട്ട ആളുകളും ഒക്കെ ഒരുപോലെ സന്ദീപ് ഒരു നല്ല വ്യക്തിയാണെന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ക്രെഡിറ്റ് എന്നെ വളർത്തിയ എൻ്റെ അച്ഛനും അമ്മയ്ക്കുമാണ്. അല്ല, നല്ല അഭിപ്രായം വഴി ഒരു രാഷ്ട്രീയ മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാമോ? ഞാൻ രാഷ്ട്രീയമായിട്ട് ഞാൻ BJP-കാരനാണല്ലോ. ഞാൻ BJP-കാരനാണ്. അപ്പോൾ രാഷ്ട്രീയ മാറ്റം എന്നുള്ളത് അത് പ്രസക്തമായിട്ടുള്ള ചോദ്യമല്ല. ഇപ്പോൾ താങ്കളെ വേണ്ട, താങ്കൾ പോകുന്നെങ്കിൽ പോകട്ടെ എന്ന് പറയുന്ന ഒരു പാർട്ടി ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് പാർട്ടിയുടെ ദൃഷ്ടിയിൽ നോക്കിയാൽ കടുത്ത അച്ചടക്ക ലംഘനം നടത്തിയ പ്രവർത്തകൻ, എന്നിട്ടും താങ്കൾ BJP പ്രവർത്തകനാണെന്ന് പറയുമ്പോൾ അത് സമ്മതിച്ചു തരാനും താങ്കൾക്കെതിരെ നടപടി എടുക്കാതെ നിലനിർത്താനും പാർട്ടി തയ്യാറാകുമെന്ന് കരുതുന്നുണ്ടോ? ഞാൻ സംഘടനയ്ക്കെതിരായിട്ടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇതെങ്ങനെയാണ് അച്ചടക്ക ലംഘനമാവുന്നത്? അച്ചടക്ക ലംഘനം എന്ന് പറയുന്നത് എന്നെ അവഹേളിച്ച ആളുകളാണ് ചെയ്തിട്ടുള്ളത്. ഈ സംഘടനയ്ക്കെതിരായി തെരഞ്ഞെടുപ്പ് കാലത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ അസ്വാരസ്യമുണ്ടാകുന്ന രീതിയിൽ പ്രവർത്തകരുടെ മുന്നിൽ ഈ സംഘടനയിലെ നേതാക്കൾ രണ്ടു തട്ടിലാണ് എന്ന് സൂചിപ്പിക്കുന്ന വിധത്തിൽ പ്രവർത്തകരെ മാനസികമായി പ്രയാസപ്പെടുന്ന തരത്തിൽ ഒരു സംഭവം ഉണ്ടാക്കി തീർത്ത ആളുകളാണ്, നേതാക്കളാണ് വാസ്തവത്തിൽ അച്ചടക്ക ലംഘനം നടത്തിയിട്ടുള്ളത്. ഈ സംഘടനയ്ക്ക് ദോഷകരമായി പ്രവർത്തിച്ചുള്ളത് ഞാൻ ന്യായമായും സംശയിക്കുന്നു. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സന്ദീപ് ഉയർത്തിയ വിഷയങ്ങളൊന്നും വലിയ പ്രശ്നങ്ങളല്ല, അതൊന്നും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഇങ്ങനെയാണോ പറയേണ്ടത്? ഏതൊരു ചെറിയ പ്രവർത്തനമാണെങ്കിലും പാലക്കാട്ട് തന്നെ ഉദാഹരണമുണ്ടല്ലോ. ഒരു ചെറിയ ഒരു സംസ്ഥാനത്തിലല്ല, ഒരു പ്രാദേശിക തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു നേതാവിന് ഒരു മാനസിക വിഷമം വന്നപ്പോഴേക്കും ഒരു പാർട്ടിയുടെ നേതാക്കൾ ഓടിയെത്തി അദ്ദേഹത്തെ കണ്ടെത്തി ആശ്വസിപ്പിക്കുന്നത് നമ്മൾ കണ്ടല്ലോ. പക്ഷേ ഇവിടെ ഞാൻ വേണ്ട എന്ന് പറയുമ്പോൾ അത് BJP-യുടെ മറ്റ് പ്രവർത്തകർക്ക് കൊടുക്കുന്ന സന്ദേശം എന്താ? നാളെ അവർക്കൊരു മാനസിക പ്രയാസം ഉണ്ടായാലും അവരോട് ഇതേ നിലപാട് സ്വീകരിക്കില്ലേ? നിങ്ങളൊന്നും ഇല്ലെങ്കിലും ഞങ്ങൾ പോകുന്നല്ലേ? ഇതെന്താ ഇത്? അങ്ങനത്തെ ഒരു BJP-യിൽ വീണ്ടും തുടരുമോ എന്നാണ് ചോദിക്കുന്നത്. ഈ BJP ആരുടെയും സ്വത്തൊന്നുമല്ലല്ലോ. BJP എന്നത് ആരുടെയും സ്വന്തം സ്വത്തല്ലല്ലോ. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രചാരണത്തിൽ പ്രധാനപ്പെട്ട ഒരു ആരോപണമായി പറയുന്നത് കോഴിക്കോട് ലോബിയുടെ കയ്യിലാണ് പാർട്ടി. K. സുരേന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള കോക്കസാണ് പാർട്ടിയെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതിനോട് എങ്ങനെയാണ്? നോക്കൂ, അത് അത്തരം കാര്യങ്ങളോടൊന്നും അങ്ങനെയൊന്നും പറയേണ്ട കാര്യങ്ങളൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ കോഴിക്കോട് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട നഗരമല്ലേ. അപ്പോൾ ആ നഗരത്തിന് സ്വാഭാവികമായിട്ടും അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരുപാട് പേർ ഒരുമിച്ച് പ്രവർത്തന രംഗത്തേക്ക് വന്നിട്ടുണ്ടാകാം. അതിൽ മികവുള്ളവർ മുകളിലേക്ക് വന്നിട്ടുണ്ടാകാം. അത്തരം രീതിയിലൊന്നും ഞാൻ ആക്ഷേപിക്കാൻ ഉദ്ദേശിച്ചില്ല. എത്രയോ ഇപ്പം നമ്മുടെ സാഹിത്യ മേഖലയിൽ നോക്കുകയാണെങ്കിൽ ഒരു കാലത്ത് കോഴിക്കോടാണ്, ഒരു കാലത്തല്ല ഇപ്പോഴും കോഴിക്കോടാണല്ലോ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ട് നിന്നിട്ടുള്ളത്. വൈക്കം മുഹമ്മദ് ബഷീർ ആണെങ്കിലും MT ആണെങ്കിലും മാതൃഭൂമിയുടെ സാന്നിധ്യമാണെങ്കിലും ഒക്കെ കൊണ്ട് സമ്പന്നമായിട്ടുള്ള ഒരു പ്രൗഢിയുള്ള നഗരമാണല്ലോ കോഴിക്കോട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു ആക്ഷേപത്തോട് ഞാൻ എന്തായാലും അത്തരത്തിൽ ആക്ഷേപം ഉന്നയിക്കുന്നില്ല. പാലക്കാട് BJP ജയിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിൽ തർക്കമൊന്നുമില്ല. പാലക്കാട് BJP ജയിക്കണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ കൃഷ്ണകുമാർ പരാജയപ്പെട്ടാൽ അത് എൻ്റെ തലയിൽ കെട്ടിവെക്കാനുള്ള
ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണോ ഈ പ്രശ്നപരിഹാരത്തിന് വേണ്ടി ശ്രമിക്കാത്തത്, ഈ നിമിഷം വരെ ശ്രമിക്കാത്തത്, ഇത് നിസ്സാരമാക്കി കളയുന്നത് എന്ന് എനിക്ക് ന്യായമായും സംശയിക്കേണ്ടി വരും. പാലക്കാട് ഒരു കുഴൽപ്പണ ആരോപണം ഇന്നലെ രാത്രിയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അത് കോൺഗ്രസിനെതിരെയാണ് BJPയും CPMഉം പ്രചാരണായുധമാക്കുന്നത്. BJPക്ക് കുടകര പോലെ ഒരു വിഷയം നിൽക്കുമ്പോൾ കോൺഗ്രസിനെതിരെ അത്തരമൊരു ആരോപണം ഉന്നയിക്കാനുള്ള ധാർമ്മികമായ അവകാശമുണ്ടെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഞാൻ ആ വിഷയം അറിഞ്ഞിട്ടില്ല, എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. അറിയാത്തൊരു കാര്യത്തിൽ ഞാനത് പ്രതികരിക്കുന്നത് ശരിയല്ല എന്നാണ് കരുതുന്നത്. എന്താണ് കൊടകര മോഡലാണ്? ശോഭാ സുരേന്ദ്രന്റെ ഇപ്പോഴത്തെ നിലപാടുകളൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, ഞാൻ അതൊന്നും എൻ്റെ കപ്പ് ഓഫ് ടീ അല്ല, ഞാനതൊന്നും പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നില്ല.